ഡാഷ്ബോർഡുമായി ബന്ധപ്പെട്ട് പാർട്ട് 1, പാർട്ട് 2 ക്ലാസ്സുകളുടെ തുടർച്ചയാണിത്. 3 ചാർട്ടുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി നമുക്ക് യൂണിറ്റ്സ് സോൾഡ് വേഴ്സസ് റവന്യൂ ചാർട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു കോംബോ ചാർട്ടാണ്. നമ്മുടെ പിവറ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിവറ്റിന്റെ ഡീറ്റെയിൽസിൽ പ്രോഡക്റ്റ് റോസിലും യൂണിറ്റ് സോൾഡും ടോട്ടൽ സെയിൽസ് വാല്യൂസിലുമാണ്. ഇപ്പോൾ 2 വാല്യൂസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെയിൽസിൽ പോയി ഇൻസേർട്ട് പിവറ്റ് ചാർട്ട് എടുത്തിട്ട് കൊടുത്തു. ഇനി അത് എക്സിസ്റ്റിംഗിൽ നമ്മൾ കൊടുക്കുകയാണ്. കൊടുത്തു ഇവിടെ ഓക്കെ കൊടുത്തു. ഇവിടെ അതിൻ്റെ ടെംപ്ലേറ്റ് ഇവിടെ വന്നു. നമുക്ക് കൊടുക്കാനുള്ളത് പ്രൊഡക്റ്റ് റോസിൽ കൊടുക്കണം, യൂണിറ്റ് സോൾഡും ടോട്ടൽ സെയിൽസും വാല്യൂസിൽ കൊടുക്കണം. പ്രൊഡക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മുടെ ചാർട്ട് ഉള്ളത്. പ്രൊഡക്റ്റ് റോസിൽ കൊടുത്തു, യൂണിറ്റ് സോൾഡ് ഉണ്ട്, അതേപോലെ സെയിൽസ് ഇതേപോലെ തന്നെ കാണിച്ചിടാം. ഇനി ഇതിനെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. സീറോസിൻ്റെ ആവശ്യമില്ല. ഇതിനെ വെച്ചിട്ടാണ് നമുക്ക് ഇനി പിവറ്റ് ചാർട്ട് ഉണ്ടാക്കേണ്ടത്. ചാർട്ട് ക്ലിക്ക് ചെയ്തു. നമ്മൾ എടുക്കുന്നത് കോംബോ ചാർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കോംബോ ചാർട്ടിൽ ശ്രദ്ധിക്കാനുണ്ട്, കോംബോ ചാർട്ടിൽ തന്നെ നമ്മൾ യൂണിറ്റ് സോൾഡ് എന്നുള്ളത് നമുക്ക് കോളമായിട്ടും ടോട്ടൽ സെയിൽസ് അത് ലൈൻ ചാർട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ സെക്കൻഡറി ആക്സിസ് വേണം. ഇപ്പുറത്ത് എത്ര ഇതുണ്ട്, റവന്യൂ എത്ര ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ എണ്ണം കാണിക്കണം. നമ്മളിവിടെ ടിക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് അതാണ് അതിൻ്റെ കാണിക്കുക. ഇവിടെ കാണിക്കും, ഇവിടെ നമ്മുടെ റവന്യൂ കാണിക്കും. ഓക്കെ കൊടുക്കാം. ഈ ചാർട്ടിനെ തന്നെ നമുക്ക് ഒന്ന് ഡിസൈനിൽ പോയി ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഡോട്ട്സ് ഒക്കെ ശരിക്കും കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ ആഡ് ചെയ്യാം, അതേപോലെ ഡാറ്റ ലേബിളും കാണിക്കാം. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് മൂവ് ചെയ്താൽ മതി. മൂവ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന എളുപ്പമാണ്. ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോയി വെച്ച് കൺട്രോൾ V അടിക്കാം. ഇതിന് സൈഡിൽ ആരോ വെച്ചിട്ടൊക്കെ നീക്കിയാം, അല്ലെങ്കിൽ നീക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ മൗസ് പോയിന്ററിൽ വെച്ച് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇതും നമുക്ക് ആയിക്കഴിഞ്ഞു. ടൈറ്റിൽ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്, സെലക്ട് ചെയ്യണം. ഇവിടെ തന്നെ കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. ഇവിടെ നമ്മൾ കോപ്പി കൊടുത്തു പേസ്റ്റ് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡറി ആക്സിസ് ആണ്. ഇവിടെ റവന്യൂ, ഇവിടെ നമ്മുടെ സം ഓഫ് യൂണിറ്റ് സോൾഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ സം ഓഫ് എന്നുള്ളതൊന്നും ഇവിടെ മാറ്റേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ പോയി ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്കത് റീനെയിം ചെയ്യാനുള്ള വരും. യൂണിറ്റ് സോൾഡ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു ഫീൽഡാണ്. അപ്പോൾ ഇവിടെ അതന്നെ കൊടുക്കാൻ പറ്റില്ല, നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് എന്നാക്കി മാറ്റാം, എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് മാറി. അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ സെയിൽസ് എന്നുള്ളതിന് പകരം നമുക്ക് ടോട്ടൽ റവന്യൂ എന്നാക്കി മാറ്റാം. ടോട്ടൽ റവന്യൂ സം എന്നുള്ളത് വേണമെങ്കിൽ ഒഴിവാക്കാം. ടോട്ടൽ റവന്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത് മാറിയതുകൊണ്ട് ഇവിടുത്തെ ലെജൻഡിലും അത് മാറിയിട്ടുണ്ടാവും. ഇത് നമുക്ക് വ്യക്തമല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ വലിച്ചും കൂടി നീക്കിടാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പോയിന്റർ നമ്മുടെ സൗകര്യമുള്ള ഭാഗത്തൊക്കെ പോയി ഇതിന് വേണമെങ്കിൽ ഇതിന് മേലെ കൊണ്ടു വെക്കാം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ലൈനൊക്കെ കാണിക്കും. ഈ രീതിയിൽ നമുക്ക് ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇനി അവസാനത്തെ ഒരു ചാർട്ടും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. നമുക്കൊന്നുകൂടി നോക്കാം. മന്ത്ലി സീസണാലിറ്റി. ഓരോ മാസങ്ങളിൽ, ചില മാസങ്ങളിൽ മാത്രം, മൊത്തത്തിൽ ഈ 4 വർഷത്തിലേക്ക് ഏതെങ്കിലും മാസത്തിൽ കൂടുതൽ സെയിൽസ് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈൻ ചാർട്ടാണ്. അവിടുന്ന് നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തു. നമ്മൾ എക്സിസ്റ്റിംഗ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ നെക്സ്റ്റ് എവിടെയാണോ നോക്കിയിട്ട് അവിടെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഇവിടത്തേക്കും നമുക്ക് ഇതേപോലെ മന്ത് കൊടുക്കണം. മന്തിന് നമ്മളിവിടെ സെലക്ട് ചെയ്തു, ടോട്ടൽ സെയിൽസും കൊടുത്തു. ഇവിടെ നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യാം. ഹോം എടുത്ത് 0 കളയാം. ഇനി ഇതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് ഉണ്ടാക്കണം. ചാർട്ട് ഏത് ചാർട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച ലൈൻ ചാർട്ടാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും ഫോർമാറ്റൊക്കെ സെലക്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഫോർമാറ്റ് പോരെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മൾ സ്ഥിരം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോർമാറ്റിൽ വെച്ചിട്ട് എടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഫീൽഡുകൾ നമുക്ക് ഒഴിവാക്കാം. ഹെഡിങ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് മന്ത്ലി സീസണാലിറ്റി എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഇവിടെയാണല്ലോ നമ്മൾ ചാർട്ടുള്ളത്. നമ്മൾ സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്കിതിനെ ഈ ഡിസൈന് ഹൊറിസോണ്ടൽ ലൈൻ മാത്രമാണുള്ളത്. വെർട്ടിക്കൽ ലൈനും കൂടിയുള്ള ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം.
അതോടുകൂടി നമ്മുടെ മുഴുവൻ ചാർട്ടുകളും ആയി കഴിഞ്ഞു. ഇത് രണ്ടും നമ്മൾ എന്തായിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. എടുത്ത് ഫിൽട്ടർ കണക്ഷനിൽ കൊടുത്ത് നമ്മൾ ഇവിടുത്തെ മന്തും 4 സ്ലൈസറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആക്സസറി ഒന്ന് മാത്രമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യമില്ല. നമുക്ക് കമ്പയർ ചെയ്യാനാണല്ലോ ഓരോ ഇതിലും ഏതാണ് കിട്ടുന്നത് എന്ന് കമ്പയർ ചെയ്യാനായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒഴിവാക്കണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ഇവിടുന്ന് പ്രൊഡക്റ്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് സ്ലൈസറിന് നമുക്ക് എന്താക്കാം, ഒഴിവാക്കാം. അപ്പോൾ 4 എണ്ണം കൂടി കിട്ടും. ഓരോന്നിലും പ്രത്യേകമായിട്ട് കൂടുതൽ റവന്യൂ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫിൽട്ടർ കണക്ഷനിൽ പോയി നമുക്ക് പ്രോഡക്റ്റ് എന്നുള്ള ഭാഗം ഒഴിവാക്കാം. അതേപോലെ തന്നെ ഇതും 4 എണ്ണം നമുക്ക് ഒന്നിച്ച് കിട്ടും. റിപ്പോർട്ട് കണക്ഷനിൽ പോയിട്ട് ഓരോ മന്തിനെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, നേരത്തെ പറഞ്ഞ പോലെ. കാരണം മന്ത്ലി ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. ഇത് 3 മാത്രം സെലക്ട് ചെയ്താൽ മതി. കാരണം മന്ത് മൊത്തം ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ മന്ത് കൂടി സെലക്ട് ചെയ്ത് മന്ത് ക്ലിക്ക് ചെയ്താൽ പിന്നെ ഒന്ന് മാത്രം, ഒരു പോയിന്റ് മാത്രമേ കാണിക്കുള്ളൂ. നമുക്കത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചാർട്ടുകൾ ലഭ്യമായി. നമുക്ക് ഇതിനെയൊക്കെ റീസൈസ് ചെയ്ത് കൊണ്ടുവരാം. ഒരു പേജിലേക്ക് തന്നെ വരണം എന്നാണെങ്കിൽ ഒന്നിനെ ചെറുതാക്കി കൊണ്ടുവരാം. ഓരോന്നിലേക്കും നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമുക്കിതിനെ റീസൈസ് ചെയ്യാം. എന്നിട്ട് ഒന്നിനെ റീസൈസ് ചെയ്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് അടുപ്പിച്ച് വെച്ചെങ്കിലേ നമുക്കൊരു സ്ലൈസറും ഇത് രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഈ രീതിയിൽ റീസൈസ് ചെയ്ത് നമുക്കിവിടെ വെക്കാം. നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതും അതേപോലെ എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു നല്ലൊരു യൂണിഫോമിറ്റി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റീസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും ഇങ്ങനെയല്ലാതെ ഒരു പേജിൽ മാത്രം ഒരു ഇതൊക്കെയായിട്ട് നമുക്ക് ചെയ്യാം. ഓരോന്നും ഓരോ ചാർട്ടും ഓരോ പേജിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പം കുറച്ചും കൂടി വലിയ ചാർട്ടിൽ നമുക്ക് ഇതിൻ്റെ കാണിക്കാൻ പറ്റും. പ്രസൻറ്റേഷനിലേക്ക് നമുക്കിത് കൊണ്ടുപോകാനൊക്കെ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബോർഡർ വൈറ്റ് ആണ് നമ്മൾ എടുത്തതിൽ. അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബോർഡർ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഫോർമാറ്റ് ചാർട്ട് ഏരിയ എടുത്ത് ഇതവിടെ ബോർഡർ എടുക്കാം. ബോർഡർ എടുത്ത് ഇവിടെ ബോർഡറിൻ്റെ കളർ വൈറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാറ്റിനെ പോലെ ആവും. നമുക്ക് ഇഷ്ടമുള്ള കളറും ലൈൻ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നുകൂടി മാറ്റം വരുത്താം. ചാർട്ട് ഏരിയ എന്നുള്ളത് നമുക്കുള്ള അതേ കളർ, ഗ്രേ കളർ തന്നെ എടുക്കാം. സെയിം കളർ നമ്മൾ സോക്കി സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ചെക്ക് ചെയ്യാം. അങ്ങനെ എടുത്തുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇപ്പോൾ എല്ലാ ചാർട്ടുകളും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഏതിലൊക്കെ നമുക്ക് വേണം വേണ്ട എന്നൊക്കെ നമുക്ക് തീരുമാനിച്ച് ഏതൊക്കെ ചാർട്ടുകളിലെ സ്ലൈസറുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള 2 രീതിയിൽ കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഒരു വളരെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ ഡാഷ്ബോർഡ് തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഒന്നിൽ കൂടുതൽ പിവറ്റ് ടേബിൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്തതാണല്ലോ 22, 23 എന്നൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്യുമ്പോൾ ഇവിടെ അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. 23 ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഈ ഫിൽട്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പിവറ്റ് ടേബിൾ ഇത്ര വരെ ഉണ്ടാവും. അപ്പം ഈ ഇത്രയും കോളംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരിക. നമ്മൾ കുറച്ച് കഴിഞ്ഞാലോ ഈ ഇതിലൊന്നും മാറ്റം വരുന്നുണ്ടാവില്ല. 22 എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിവറ്റ് ടേബിൾ ഒന്നും ഇവിടെ നീങ്ങുന്നില്ല, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടാണല്ലോ കാണല്. അപ്പോൾ ഇത്രയും ബ്ലാങ്ക് സ്പേസ് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിയെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിവിടെ ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ അടുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. നമ്മളിവിടെ 22 എന്നുള്ള ഇയറിന്റെ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫിൽട്ടർ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കാം. 23 എടുക്കുമ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഒരു കോളം എന്നുള്ള നിലക്ക് ഇവിടെ ഒന്നും കാണിക്കില്ല. നമ്മൾ ഫിൽട്ടർ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഫിൽട്ടർ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ എറർ മെസ്സേജ് വരും. എന്താണ് ഈ എറർ മെസ്സേജ് സൂചിപ്പിക്കുന്നത്? അവിടെ നമ്മുടെ ഷീറ്റിൽ വേറൊരു പിവറ്റ് ടേബിൾ ഉണ്ട്, അതിൻ്റെ മേലേക്ക് ഇത് ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഫിൽട്ടർ ഒഴിവാക്കാനുള്ള ആക്ഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മുഴുവൻ വരണമല്ലോ. ഇവിടെ നമ്മൾ എന്തായിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗം കൂടി നമുക്ക് എന്ത് വേണം, കിട്ടണം. അപ്പോൾ നമ്മൾ നേരത്തെ ആ കാര്യം ഇവിടെ ആഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളിവിടെ ഇത്രയും കോളം നമുക്ക് ആഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ 3 കോളാണ് ഡിലീറ്റ് ചെയ്തത്. അത്രയും 3 കോളം നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യേണ്ട വേണം. 3 കോളം നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ പോയി ഈ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, പ്രശ്നമില്ല. കാരണം എന്താ, ആ 3 നമ്മൾ ഇൻസേർട്ട് ചെയ്ത 3 കോളത്തിലേക്കും കൂടി ഡാറ്റ വന്നിട്ടുണ്ട്. ഈ ഡാറ്റ ഇവിടെ ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ ഡാറ്റ വെറും 2022 എന്ന് മാത്രമായിട്ട് മാറുമ്പോൾ ഇവിടെ ഒരു ഗ്രാൻഡ് ടോട്ടൽ വരുമ്പോൾ 2 കോളത്തിലേക്ക് ഇത് ചുരുങ്ങും. പക്ഷേ
ഫിൽട്ടർ ഒഴിവാക്കുമ്പോൾ ഈ പിവറ്റ് ടേബിൾ ഈ ഭാഗത്തേക്ക് നീങ്ങിക്കിടക്കുന്നതുകൊണ്ട് അതിന്റെ മേലേക്ക് ഓവർലാപ്പ് ചെയ്യുന്നു എന്നുള്ള മെസ്സേജാണ് കിട്ടിയത്. നമ്മൾ ആവശ്യത്തിന് പിവറ്റ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പിവറ്റ് ടേബിളിന്റെ ഫിൽറ്ററിങ്ങിനനുസരിച്ച് മറ്റ് കോളങ്ങളൊന്നും ഡിലീറ്റ് ചെയ്യരുത്. അതേപോലെ നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ കോളം ഇവിടെ ഫിൽട്ടർ ചെയ്തു, ഒരു ജനുവരിയിലേക്കും കൂടി നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെറുതായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ താഴെ നമ്മളൊരു പിവറ്റ് ടേബിൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും എക്സ്പാൻഷൻ പോസിബിൾ അല്ലാതായി മാറും. ഇതിന്റെ ഫിൽട്ടർ ഒഴിവാക്കുമ്പോൾ ഇത് താഴേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ മറ്റൊരു ഫിൽട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ, പിവറ്റ് ടേബിൾ ഉണ്ടെങ്കിൽ ഈ ആക്ഷൻസ് ഇതേപോലെ എറർ മെസ്സേജ് കാണിക്കും. അപ്പോൾ കഴിഞ്ഞിടത്തോളം നമ്മൾ ചെയ്തതുപോലെ ഓരോ കോളത്തിലാക്കിക്കൊണ്ട് താഴേക്ക് വരാതെ ഇങ്ങനെ കോളം വൈസായി നമ്മൾ പിവറ്റ് ടേബിൾ ആഡ് ചെയ്യാം. പക്ഷെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്പേസ് നമ്മൾ ഡിലീറ്റ് ചെയ്യോ മറ്റോ ഒന്നും ചെയ്യാതിരിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ, ഇപ്പൊ 22, 23 ഓരോ ഇയർ മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ സ്ലൈസറിൽ ഒരു മന്ത് മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്നിൽ കൂടുതൽ മന്തോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇയേഴ്സോ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ഈ മൾട്ടി സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 24, 25 രണ്ടെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. രണ്ടെണ്ണത്തിന്റെ ഒന്നിച്ചുള്ള അതാണ് കാണിക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ മൾട്ടി സെലക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പോകും. 2 മാസത്തെ റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടും, 3 മാസം കിട്ടും. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഒന്നിൽ കൂടുതൽ മാസം സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഓരോ ഫിൽറ്ററിന്റെ മുകളിലും കാണുന്ന മൾട്ടി സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ ഇവിടെ സൗത്ത് മാത്രമാണുള്ളത്. ഫിൽറ്റർ കംപ്ലീറ്റ് വേണമെങ്കിൽ പോക്കാം. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈസ്റ്റായി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അത് പോകും. ഈ രണ്ടെണ്ണം മാത്രമായി സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ പോകും. ടോഗിൾ ബട്ടൺ പോലെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ബട്ടൺ മൾട്ടി സെലക്ട് എന്നുള്ള. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ സിംഗിൾ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. ഈ കാര്യം കൂടി ഈ ഫിൽറ്ററിനെ കുറിച്ച് അഥവാ സ്ലൈസറിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി വെക്കേണ്ടതാണ്. ഡാഷ്ബോർഡിൽ ഇങ്ങനെ ഫിൽറ്റർ ആഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതും പിവറ്റ് ടേബിൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കോളങ്ങൾ ഡിലീറ്റ് ചെയ്യാതിരിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ ഡേറ്റിന് പകരം നമ്മളിവിടെ ഇയറിന്റെയും ഫിൽറ്റർ ആഡ് ചെയ്യുന്നതിന് പകരം ടൈം ലൈൻ എന്നുള്ളൊരു സംവിധാനം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡാഷ്ബോർഡിൽ നമുക്ക് ടൈം ലൈനും ആഡ് ചെയ്തുകൊണ്ട് ഇത്തരം ഭാഗങ്ങൾ ഒഴിവാക്കാം. പുതിയ കോളം ക്രിയേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ആ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുന്നതായിരിക്കും. അതോടുകൂടി നമുക്ക് ഒരു ഡാഷ്ബോർഡ് തയ്യാറാക്കാനും ചാർട്ട് ഫോർമാറ്റ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയും. ഏതായാലും സമയപരിധി കാരണമാണ് ക്ലാസ് ചുരുക്കുന്നത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.